നമസ്തേ. ഓം ശ്രീമാത്രേ നമ. ശ്രീദേവി അസ്ട്രോളജിക്കൽ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. 29/1/2025 മൗനി അമാവാസി, അതായത് ഉത്തരായനത്തിലെ മകരമാസത്തിലെ ആദ്യത്തെ അമാവാസിയാണ് മൗനി അമാവാസി. അപ്പൊ ഈ അമാവാസിയെ മാഘി അമാവാസി എന്ന് പറയും. വളരെ പ്രാധാന്യമുള്ള, പൂർവികർക്ക് വേണ്ടി പൂജ ചെയ്യുകയും പൂർവികരുടെ അനുഗ്രഹം ലഭിക്കുന്നതിനായി സ്നാനം നടത്തുകയും പുണ്യതീർത്ഥങ്ങളിലൊക്കെ മുങ്ങി കുളിച്ചതിന് ശേഷം പിതൃതർപ്പണം ചെയ്തതിന് ശേഷം എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് സ്വസ്ഥമായി ഇരുന്നു കൊണ്ട് മൗനവ്രതത്തിൽ നമ്മുടെ പൂർവികരെ എല്ലാം സ്മരിക്കുകയും അവർക്കിടെ അനുഗ്രഹത്തിനായി നമ്മൾ അപേക്ഷിക്കുകയും ചെയ്യുമ്പോൾ ഇതുവരെ ചെയ്തു പോയ, അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ എല്ലാ കഷ്ടതകളും മാറിക്കിട്ടുകയും നമ്മുടെ പിതൃക്കൾക്കെല്ലാം മോക്ഷം കിട്ടുകയും അവർ നമ്മളെ അനുഗ്രഹിക്കുകയും ചെയ്യും എന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ ഈ മൗനി അമാവാസി ദിവസത്തിൽ കഴിയുന്നത്രയും നേരത്തെ വീടും പരിസരവും ഒക്കെ ശുദ്ധിയാക്കി മഞ്ഞൾ വെള്ളം കൊണ്ടൊക്കെ തളിച്ച്, മഞ്ഞപ്പൊടിയൊക്കെ കലക്കി അല്പം പനിനീരൊക്കെ തളിച്ച് വീടും പരിസരവും ഒക്കെ ശുദ്ധിയാക്കിയതിന് ശേഷം വെളുപ്പാങ്കാലത്ത് തന്നെ എണ്ണയൊന്നും തേക്കാതെ കുളിച്ച് ഇത്തിരി അരിയും പഴവും പിന്നെ എള്ളും കൂടെ കൂടിയ മിശ്രിതം കാക്കയ്ക്ക് കൊടുക്കുകയോ അല്ലെങ്കിൽ അതിനായിട്ട് സമർപ്പിക്കുകയോ ചെയ്യുക. പിതൃക്കൾക്കായിട്ട് വെള്ളം കൂട്ടിക്കുഴച്ച് ഒരു തെക്ക് വശത്ത് ഭാഗത്ത് വെച്ച് കൊടുക്കാം. അല്ലെങ്കിൽ പിതൃതർപ്പണം ചെയ്യാൻ പുഴയുടെ തീരത്തോ കുളത്തിലോ ഒക്കെ പോയിട്ട്, കുളത്തിൻ്റെ കരയിലോ ഒക്കെ ക്ഷേത്രങ്ങളിൽ അതിന് പിതൃതർപ്പണത്തിനുള്ള സൗകര്യമുണ്ട്. അത് ചെയ്യാൻ പറ്റുന്നവർ പിതൃ നമസ്കാരമൊക്കെ ചെയ്ത് പിതൃക്കൾക്കുള്ള തർപ്പണം എല്ലാം ചെയ്തതിന് ശേഷം കഴിയുന്നത്രയും ഇതിനൊന്നുമുള്ള സാഹചര്യമില്ലാത്ത വിദേശീയരാണെങ്കിൽ ആ പുലർച്ചെ തന്നെ മനസ്സുകൊണ്ട് നമ്മൾ പുണ്യതീർത്ഥത്തിനും ഗംഗ, അതുപോലെ തന്നെ സൗവർണിക, അതുപോലെ തന്നെ നമ്മളുടെ വീടിനടുത്തുള്ള പുഴകളിലോ നദികളിലോ മുങ്ങി കുളിക്കുന്നതായി ഭാവന ചെയ്യുക. കഴിയുമെങ്കിൽ കടൽ വെള്ളം ഉണ്ടെങ്കിൽ ഒരു തുള്ളി ശിരസിലേക്ക് തളിക്കുക. കടൽ വെള്ളത്തിൽ മുങ്ങി കുളിക്കാൻ പറ്റുന്നവർ അത് ചെയ്യുക. പനിനീർ കൂട്ടിയ വെള്ളം ശിരസിൽ തളിക്കുക. അതായത് നമ്മുടെ ശിരസിൽ എല്ലാവരും ശരീരവും മനസ്സും ഒന്നുപോലെ ശുദ്ധി ചെയ്യുന്നതിന് പുണ്യതീർത്ഥത്തിലെ സ്നാനം ഏറ്റവും പ്രാധാന്യമുള്ള ഒരു അമാവാസിയാണ് മൗനി അമാവാസി. അതായത് ഇത് നമ്മുടെ പൂർവികരായ മനുവിനെയൊക്കെ ഓർക്കുന്ന, അവർക്കിടെയൊക്കെ പുണ്യം നമുക്ക് ഓർക്കുന്ന, അവരൊക്കെ ഈ ലോകത്തിൽ നിന്ന് പോയിട്ട് അവരുടെ അനുഗ്രഹം, നമ്മളുടെ പൂർവികരുടെ അനുഗ്രഹം നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാവുന്ന ഒരു പിതൃക്കളുടെ ഒരു പ്രാധാന്യമുള്ള ഒരു ദിവസമാണ് മൗനി അമാവാസി. നമ്മൾക്ക് വേണ്ടപ്പെട്ടവർ, നമ്മുടെ ഗുരുക്കന്മാരാവട്ടെ, രക്ഷിതാക്കളാവട്ടെ, സഹോദരങ്ങളാവട്ടെ, അറിയാതെ ആരെങ്കിലുമൊക്കെ മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അവർക്കെല്ലാം മോക്ഷം കിട്ടുന്നതിന് വേണ്ടി പിതൃക്കൾക്ക് വേണ്ടി തർപ്പണം ചെയ്ത് പിതൃ നമസ്കാരമൊക്കെ കഴിച്ച് തിലഹവനമൊക്കെ ചെയ്തതിന് ശേഷം ഈ ആത്മാക്കളുടെ അല്ലെങ്കിൽ ഈ ഇവർക്കൊക്കെ പിതൃക്കളുടെ മോക്ഷവും അനുഗ്രഹവും അവരിൽ നിന്ന് നമുക്ക് പൈതൃകമായി ലഭിച്ച എല്ലാ വസ്തുതകളും അനുഭവയോഗ്യമാക്കി തരാൻ അവരുടെ അനുഗ്രഹം നമുക്ക് വേണം. അപ്പോൾ ആ പൈതൃകമായി ലഭിച്ച അറിവും ജ്ഞാനവും എല്ലാം നിലനിർത്തി കിട്ടി അത് അടുത്ത തലമുറയ്ക്ക് കൈമാറി ചെയ്യണമെങ്കിൽ നമ്മൾ ഇപ്പോൾ അതിനുള്ള കർമ്മങ്ങൾ ചെയ്യണം. ആ കർമ്മങ്ങളെല്ലാം നല്ലതുപോലെ ചെയ്ത് പിതൃക്കളെ യഥാസമയം പ്രാർത്ഥിക്കുക, പൂജിക്കുക, അതുപോലെ തന്നെ പിതൃതർപ്പണം ചെയ്യുക, സ്നാനം ചെയ്യുക. അതുപോലെ ഇതിന് സാഹചര്യമില്ലാത്തവർ മനസ്സിനെങ്കിലും മാനസപൂജയായിട്ടെങ്കിലാണെങ്കിലും ഇതെല്ലാം ചെയ്തതിന് ശേഷം ഒരു സ്ഥലത്തിരുന്ന് മൗനവ്രതത്തിൽ ഇരുന്നു കൊണ്ട് നമ്മളെല്ലാം മരണപ്പെട്ട എല്ലാ പൂർവികർക്കും മോക്ഷം കിട്ടുന്നതിനായിട്ട് നമ്മുടെ പ്രാർത്ഥനകൾ ചെയ്യുക. പ്രാർത്ഥനകൾ ചെയ്ത് അവരുടെ എല്ലാം അനുഗ്രഹം എനിക്കും എൻ്റെ കുടുംബത്തിനും വന്നു ചേരണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഇന്ന് ഈ നിമിഷം വരെ വന്ന എല്ലാ അറിഞ്ഞോ അറിയാതെയോ തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം മാപ്പ് പറഞ്ഞ് ദേവതകളുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുക. അതിനുശേഷം കഴിയുമെങ്കിൽ പ്രാർത്ഥനകൾ ചെയ്യുന്നതോടൊപ്പം തന്നെ ലീവൊക്കെ ഉള്ളവരാണ് ലീവ് എടുത്ത് പ്രാർത്ഥിക്കുക. ബുധനാഴ്ച ദിവസമായതുകൊണ്ട് ശ്രീകൃഷ്ണ ഭഗവാന്റെയും ത്രിപുരസുന്ദരി ദേവിയുടെയും ദിവസമാണ് ബുധനാഴ്ച. ഉത്രാടം നക്ഷത്രമായതുകൊണ്ട് സൂര്യഭഗവാന്റെ ദിവസം കൂടി ആയതുകൊണ്ട് പുലർച്ചെ തന്നെ സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ
ഉത്രാട നക്ഷത്രം സൂര്യഭഗവാന്റെ രാശിയിലാണ്, സൂര്യനിലാണ്. അപ്പൊ അതുകൊണ്ട് സൂര്യഭഗവാൻ മകരത്തിൽ സൂര്യൻ വരുന്ന, ഉച്ചസ്ഥമായ സൂര്യനും ചന്ദ്രനും ഒരേ രാശിയും മകരൻ രാശി വരുന്ന ദിവസമാണ്. അപ്പൊ തീർച്ചയായിട്ടും മനസ്സറിഞ്ഞ് സൂര്യഭഗവാനെയും അമ്മയെയും ദുർഗാദേവിയെയും പ്രാർത്ഥിച്ചതിന് ശേഷം പിതൃതർപ്പണമെല്ലാം ചെയ്തതിന് ശേഷം പിതൃക്കളുടെ അനുഗ്രഹം ലഭിക്കുന്നതിന്. അപ്പൊ പിതൃതർപ്പണം ചെയ്യുമ്പോൾ നമുക്ക് ഗുണം ചെയ്തവരും ഗുണം ചെയ്യാത്തവരും ഉണ്ട്. എല്ലാ പിതൃക്കളും നമുക്ക് ഗുണം ചെയ്തവരാവണമെന്നില്ല. ശത്രുഭാഗത്ത് പോലും ആരെങ്കിലും മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ കുളിമുറിയിൽ വെച്ച് തന്നെയെങ്കിൽ സ്വധയേ നമ എന്ന ലളിതാ സഹസ്രനാമത്തിൽ ഈ സ്വധ എന്ന അമ്മയുടെ 1008 നാമത്തിൽ 1000 നാമങ്ങളിൽ ഒന്നായ സ്വധയേ നാമ എന്ന് പറഞ്ഞ നമുക്ക് ദോഷം ചെയ്തവരാണെങ്കിലും മരണപ്പെട്ടിട്ട് അവർക്ക് മോക്ഷം കിട്ടിയിട്ടില്ലെങ്കിൽ അവർക്ക് മോക്ഷം കിട്ടണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്വധയേ നമ എന്ന് പ്രാർത്ഥിക്കുക. അതിനുശേഷം ഇരുന്ന് ധ്യാനിക്കുമ്പോഴും പിതൃക്കളുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ, രക്ഷസിൻ്റെയൊക്കെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളും സാധ്യമാവും. അതിങ്ങനെയാണ് പറയാം: അഖിലാൻ അപരാധാന്മേ ക്ഷമസ്യ കരുണാനിധേ പ്രസീദമത് ഗുരോനാഥ ജനകായ നമോ നമ. നമുക്ക് ജന്മം തരുന്ന നമ്മുടെ പിതാവിൻ്റെ പൈതൃകമായ എല്ലാ അറിവുകളും ജ്ഞാനവും നമുക്ക് അനുഭവയോഗ്യമാണെങ്കിൽ, പിതാവ് മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ പിതാവിനും പിതൃകുടുംബത്തിലെ 7 തലമുറയ്ക്ക് പെട്ടവർക്കും അതുപോലെ മാതൃകുടുംബത്തിലെ അവരുടെയും 7 തലമുറയ്ക്ക് പെട്ടവർക്കും നമ്മുടെ പരിചയത്തിലും നമ്മൾക്ക് അനുഗ്രഹം തന്നിട്ടുള്ള എല്ലാ ഗുരുക്കന്മാരുടെയും, നമ്മളെ ദ്രോഹിച്ചിട്ടുള്ളവരാണെങ്കിൽ പോലും സുഹൃദ്വലയത്തിലോ സഹോദര സ്ഥാനത്തൊക്കെ ഉള്ളവരാണെങ്കിൽ അവർക്കെല്ലാം മോക്ഷം കിട്ടണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതൃക്കൾക്ക് വേണ്ടി, അതാണ് ബ്രഹ്മാനന്ദം സകല സുഖദം കേവലം ജ്ഞാനമൂർത്തിം വിശ്വാതീതം ഗഗനസദർശം മേഘവർണ്ണം ശുഭാം. ആ ശരിക്കും ബ്രഹ്മാനന്ദം സകല സുഖദം കേവലം ജ്ഞാനമൂർത്തിം വിശ്വാതീതം ഗഗനസദർശം എന്നാണ്. ആ ഭഗവാനെ അഖിലാൻ അപരാധാന്മേ ക്ഷമസ്യ കരുണാനിധേ പ്രസീദ മദ്ഗുരോ നാഥ ജനകായ നമോ നമ. എൻ്റെ അച്ഛനെ ഞാൻ എപ്പോഴും ഓർക്കാണ്. അച്ഛൻ്റെ പൈതൃകമായ എല്ലാ അനുഗ്രഹങ്ങളും എനിക്ക് അനുഭവയോഗ്യ തരണമെന്ന് പ്രാർത്ഥിക്കുന്നത് പോലെ അമ്മയുടെ പൂർവികമായ അനുഗ്രഹങ്ങളും അച്ഛൻ്റെയും നമ്മുടെ പരമ്പരയുടെ എല്ലാ അനുഗ്രഹങ്ങളും നമ്മൾക്ക് അനുഗ്രഹമാക്കി തരണം, നമ്മുടെ പരമ്പരയ്ക്കും കൂടി അനുഭവയോഗ്യമാക്കി തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായി പൂർവികരെ എല്ലാം മനസ്സിൽ ധ്യാനിച്ച് ധ്യാനം നടത്തുന്നു. ആ ധ്യാനം നടത്തിയതിന് ശേഷം നമ്മുടെ ഇഷ്ടദേവതകളെ എല്ലാവരെയും പ്രാർത്ഥിക്കുന്നു. സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുന്നു, ശിവഭഗവാനെ പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ വിഷ്ണു ഭഗവാന്റെ അവതാര ഭാവങ്ങളെല്ലാം, ശ്രീരാമസ്വാമിയായാലും ശ്രീകൃഷ്ണസ്വാമിയാണേലും ഒക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നു. അതിനുശേഷം അവതാര ഭാവങ്ങൾ പ്രാർത്ഥിച്ച് ത്രിപുര സുന്ദരി ദേവിയായ മൂകാംബികാ ദേവിയെ പ്രാർത്ഥിക്കുന്നു. അമ്മയുടെയും അനുഗ്രഹം നേടിയതിന് ശേഷം വൈകിട്ടുള്ള സമയത്ത് അമ്മയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ മഹാലക്ഷ്മി എതിരേറ്റ് കൊണ്ടുവരുന്നതിനായി വൈകുന്നേരം ദീപം തെളിച്ച് ചുറ്റും മഞ്ഞപ്പൊടി വെള്ളമൊക്കെ കലക്കി പഠിക്കുന്നേ തൊട്ടേ അമ്മ എതിരേറ്റ് കൊണ്ടുവന്നിരുത്തി ലക്ഷ്മി ദേവി നല്ല കുടുംബത്തിൽ വന്ന എല്ലാ അനുഗ്രഹങ്ങളും തരണമെന്ന് പ്രാർത്ഥിച്ച് ലക്ഷ്മി ദേവി ആനയിച്ച് കൊണ്ടുവന്നിരുത്തുക. അവർക്ക് വേണ്ട കീർത്തനങ്ങളും പ്രാർത്ഥനകളും എല്ലാം ചെയ്യുക. മഹാലക്ഷ്മി അഷ്ടകം ജപിക്കുക, കനകധാര സ്തോത്രം ജപിക്കുക, മഹാലക്ഷ്മി അഷ്ടകത്തോടൊപ്പം തന്നെ മഹാലക്ഷ്മിയുടെ സ്തവം 108 നാമങ്ങൾ ചെല്ലുക. മഹാലക്ഷ്മിയെ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ലളിതാ സഹസ്രനാമം, ലളിതാംബികയായ പരാശക്തിയായ അമ്മയുടെ 1008 നാമങ്ങൾ ചെല്ലുക. അതുപോലെ തന്നെ അന്നപൂർണേശ്വരി ദേവിയും കൂടെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്കെല്ലാ ഫലങ്ങളും പൂർണ്ണമാകും. അമ്മയുടെയും അനുഗ്രഹത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട് മഹാലക്ഷ്മി കുടുംബത്തിൽ വന്ന് നിറഞ്ഞ് ഈ അമാവാസി നാളിൽ സാമ്പത്തികത്തിൻ്റെ എല്ലാ കെട്ടുകളും തീരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവരുടെ പിതൃക്കളുടെ അനുഗ്രഹത്തോടെ പൂർവിക സ്വത്തുക്കളെല്ലാം അനുഭവയോഗ്യമാകുമ്പോൾ എല്ലാ ബാധ്യതകളും തീരണമെന്ന് പ്രാർത്ഥിക്കുക. അപ്പം മഹാലക്ഷ്മിയുടെ എല്ലാ അനുഗ്രഹങ്ങളും കിട്ടി എല്ലാം നമുക്ക് നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് വൈകിട്ട് ഒരു 5:30 കഴിയുമ്പോൾ മുതൽ ഒരു 6, 6, 7:30 വരെ മഹാലക്ഷ്മി സ്തുതികളെല്ലാം ചൊല്ലി മഹാലക്ഷ്മിയെ പ്രാർത്ഥിച്ച് ത്രിപുരസുന്ദരിയായ മൂകാംബിക ദേവിയെ പ്രാർത്ഥിച്ചതിന് ശേഷം രാത്രിയിൽ 7:30 മണി മുതൽ 7:30-ക്ക് ശേഷം ഒരു അല്പം മധുരക്കിഴങ്ങൊക്കെ പുഴുങ്ങി വച്ച് അമ്മയെ മനസ്സിൽ ധ്യാനിച്ച് വരാഹി ദേവിയെ, സപ്തമാതയ്ക്കുള്ള ഒരാളായ വരാഹി ദേവിയുടെ
ദേവിയുടെ അനുഗ്രഹം മേടിക്കുക. അമ്മയ്ക്ക് രാത്രി പൂജ വളരെ ഇഷ്ടമാണ്. കഴിയുമെങ്കിൽ വടക്കോട്ടൊരു വിളക്കൊക്കെ കത്തിച്ച് വെച്ച് അമ്മയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അമ്മയുടെ ഉഗ്രവാരാഹ്യേ വജ്രഘോഷേ കാമേശി കാമവരതേ നമോ നമാന്ന് കുങ്കുമം കൈ തൊട്ടുകൊണ്ട് രണ്ട് കൈയും കൂപ്പി പിടിച്ചുകൊണ്ട്, വിരൽ തുമ്പിൽ കുങ്കുമം തൊട്ടുകൊണ്ട് രണ്ട് കൈവിരലുകളും കൂട്ടിപ്പിടിച്ചുകൊണ്ട് തൊഴുകൈ പോലെ നിന്നുകൊണ്ട് ഈ നാമം ഒരു 108 പ്രാവശ്യം ചെല്ലുമ്പോൾ അമ്മയുടെ അനുഗ്രഹവും നമുക്ക് കിട്ടും. നമുക്ക് വന്നിട്ടുള്ള എല്ലാ ബാധ്യതകളും മാറി സമ്പത്ത് നിറഞ്ഞ് എല്ലാ അനുഭവ യോഗ്യമായി തീരും. അതാണ് ഓം ഉഗ്രവാരാഹേ വജ്രഘോഷേ കാമേശി കാമവരദേ നമോ നമ. കുങ്കുമം ഏത് കുങ്കുമായാലും വലത്തെ കൈയുടെ 2 കൈവിരലിൻ്റെയും ആ മുതിരവിരൽ വിരൽ തുമ്പിൽ തൊട്ടിട്ട്, കാരണം വിരൽ തുമ്പിലാണ് കരാഗ്രേ വസതേ ലക്ഷ്മിയാണ്. അപ്പം ലക്ഷ്മി ദേവിയെ കരങ്ങളുടെ അഗ്രങ്ങളിൽ വച്ചുകൊണ്ട് ആ വിരലുകൾ എല്ലാം കൂട്ടി 2 കൈവിരലുകളും കൂട്ടിമുട്ടുന്ന രീതിയിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് വരാഹി ദേവിയെ 108 പ്രാവശ്യം ഈ മന്ത്രം ജപിക്കൂ. തീർച്ചയായും അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകും. എന്ത് കാര്യം നിങ്ങൾ മനസ്സിൽ വിചാരിച്ച് പ്രാർത്ഥിച്ചാലും അമ്മ ആഗ്രഹം നിറവേറ്റി തരുന്നതാണ്. അടുത്ത അമാവാസിക്ക് മുമ്പായി എല്ലാ ആഗ്രഹങ്ങളും സാധിച്ച് എല്ലാം നമുക്ക് അനുഭവയോഗ്യമായി തരട്ടെ, എന്നുള്ള പ്രാപ്തി അമ്മ തരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മൂകാംബിക ദേവിയുടെയും ശ്രീകൃഷ്ണ ഭഗവാന്റെയും വരാഹി ദേവിയുടെയും അനുഗ്രഹം ഈ പിതൃതർപ്പണത്തിലൂടെ, ഈ മൗനി അമാവാസിയിലൂടെ, പൂജയിലൂടെയും പ്രാർത്ഥനയിലൂടെയും നേടിയെടുക്കാൻ നമുക്ക് സാധിക്കും. അതിനെല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.